ഇന്ന് നമുക്കൊരു കാസർഗോഡ് സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഇത് ഞാൻ ഫസ്റ്റായിട്ട് കഴിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ തലശ്ശേരി ഭാഗത്തൊക്കെ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാറ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഇത് ശരിക്കും കുക്കറിലല്ല ചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 3 ഉള്ളി തിന്നായി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ടൈം കൊണ്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് അവിടെ 1/2 കിലോ ചിക്കൻ എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒരു 3/4 ടേബിൾ സ്പൂണോളം പെരുംജീരകപ്പൊടിയും ടേബിൾ സ്പൂണോളം ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈ ടൈം കൊണ്ട് നമ്മൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ ടൈമിൽ പൊടികൾ പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി മല്ലിപ്പൊടിയോ കുരുമുളക് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. എനിക്ക് കുറച്ച് എരിവ് കുറവാന്ന് തോന്നിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ചിക്കൻ നന്നായിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടച്ചൊരു 2 വിസിൽ അടിച്ചെടുക്കുക. ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് ശരിയാക്കിയെടുക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയതെടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ സോട്ട് ചെയ്തെടുക്കാം. തേങ്ങയിൽ വേറെ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ സോട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഈ ഒരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാൻ കുക്കറിന് കറി ഒന്ന് ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഈ തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതുകൊണ്ട് എരിവൊക്കെ ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഈ ചിക്കൻ കറിയിൽ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കുറച്ചും കൂടി കൂടുതൽ നിൽക്കുക. നമ്മളെ കാസർഗോഡ് സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനായാലും നല്ല നീർദോശക്കായാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.